അമ്മേ, ആ പാലൊന്നും നോക്കണേ. ഓ, എന്നാടി ഇന്ന് നീ സ്കൂളിലൊന്നും പോയില്ലേ? അമ്മേ, അച്ഛൻ എന്തിയേ? ഞാനിവിടെ ഉണ്ട് കൊച്ചേ. ആ, നിങ്ങളും ഇന്ന് ഓഫീസിൽ പോയില്ല അല്ലേ? അമ്മേ, അച്ഛന് ഓഫാ. അതെങ്ങനെയാ? ഒരാഴ്ച എന്ന് പറഞ്ഞ് നീ നാട്ടിൽ പോയതല്ലേ? നീ ഇല്ലാതെ അവളെങ്ങനെയാ സ്കൂളിൽ പോവാ? അമ്മേ, വേഗം വാ, എനിക്ക് ബോറടിക്കുന്നു. ട്രാവൽസിൽ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാ, മഴയൊന്നും മാറണ്ടേ? ഇതാ നോക്ക്, നല്ല ഇടിയും മഴയും. എന്നാ അമ്മ പിന്നെ വിളിക്കാം. നമ്പ്യാരേട്ടൻ, വൈശാലി കണ്ട പ്രായങ്ങളാ ന്യൂസ് വെച്ചേ. മഴക്കെടുതിയല്ല, പ്രളയ ദുരന്തമാണ് കേരളം നേരിടുന്നത്. 14 ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പേമാരി, പ്രളയം, ഉരുൾപൊട്ടൽ. ഇന്നു മാത്രം മരിച്ചത് 26 പേരാണ്. പലരെയും കാണാതായി. മലപ്പുറത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് ബന്ധുക്കളായ 9 പേരാണ് മരിച്ചത്. പമ്പയും അച്ചൻകോവിലാറും കരകവിഞ്ഞതോടെ അപ്രതീക്ഷിതമായി പത്തനംതിട്ട ജില്ല വെള്ളത്തിൽ മുങ്ങി. ഹലോ. നീ എപ്പോ വന്നു? ഞാൻ പുലർച്ചയായി. ആ ഉമ്മ, നീ എന്താ ഫോൺ എടുക്കാത്തെ? വീട് മൊത്തം വെള്ളം കയറി. ഞങ്ങളെല്ലാരും ഇത്താത്തന്റെ വീട്ടിലോട്ട് പോവാ. ഹലോ ഉമ്മ. മോനെ. ഹലോ ഹലോ ഉമ്മ. സാധാരണ മുന്നറിയിപ്പായി മാത്രം കണ്ടു. പിന്നീടാണ് സ്ഥിതിഗതികൾ മാറിയത്. അർദ്ധരാത്രിയോടുകൂടി വീടുകളിനകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിനൊപ്പം ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ. ഹലോ, നീ എവിടെയാ? എടാ, ഞാൻ ഇവിടെ പുറത്തു ചാടിക്ക് വന്നടാ. ആ എവിടെ? ഇവിടെ രുചിക്കൂട്ടിലാടാ. ഞാനിവിടെ ഉണ്ടല്ലോ. എവിടെയോ? ഇവിടെ എവിടെ? ആ ആ ആ എന്താ പരിപാടി? ഞാൻ ഇവിടെ ചാടിക്ക് വന്നേ. ചായക്കോരട്ടെ? ഇല്ല, പറ. ചേട്ടാ, 2 ഫ്രഷ്. നീ അറിഞ്ഞില്ലേ വാർത്ത? ഞാൻ കേട്ടടാ. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഇതൊക്കെ കേൾക്കാനും കാണാനല്ലാണ്ട് വീട്ടിലാണ് വിളിച്ച് കിട്ടുന്നില്ല. എടാ ഹരി, നമ്മൾ പ്രവാസികൾ എന്നും കേൾക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ഈ വീടിനും നാടിനും വേണ്ടി എന്താ ചെയ്തതെന്ന്. എടാ, നാട്ടിലിപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിലാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടേ അതിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ആരെയും കൊണ്ട് ബാക്കിയൊക്കെ സ്മൂത്തായി പോയിക്കോളൂ. എടാ, നമ്മൾ എന്ത് ചെയ്തു എന്നതിലല്ല, എങ്ങനെ ചെയ്തു എന്നതിലാണ് കാര്യം. ഇതുവരെ എന്തായിരുന്നെന്നും ഇനി എങ്ങനെ ആവണമെന്നും ഞാൻ പറഞ്ഞു തരണോ നിനക്ക്?
നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരുന്നു. എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. 052-873-1338. കാണാം. ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇതാർത്തെ ബിജിത്താണ് 96.7 FM നിന്നും കേൾക്കാം. ഇനി കേരളത്തിന്റെ എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകൾ വളരെ അധികമുണ്ട്. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് ജില്ലാ ഭരണകൂടവും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും. എന്താ നേരത്തെയോ? ഞാൻ ട്രാഫിക്കിലായിരുന്നു. ആ സാധാരണ വരുന്ന സമയം കഴിഞ്ഞല്ലോ, അതാ ചോദിച്ചേ. ഓ, തുടങ്ങിയവള്. എടി അഞ്ജു, നല്ല മഴയാണല്ലോ നാട്ടില്. വയനാട് ഒരു ദുരന്ത ഭൂമിയായി തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നീ അറിഞ്ഞില്ലേ? വയനാട്ടിലെ സ്ഥിതി സത്യത്തിൽ പുറംലോകം അതെങ്ങനെ? വല്ലപ്പോഴൊക്കെ വാർത്തയൊന്ന് കാണണം. നാട്ടിൽ മഴ പെയ്യുന്നതിന് ഞാൻ എന്താ ഇവിടെ തലയും കുത്തി നിൽക്കണോ? നിന്റെ അച്ഛന്റെ കയ്യിലെ കുറെ പൂത്ത പണം ഉള്ളതുകൊണ്ട് മലമുകളിൽ കൊണ്ട് വീട് വെച്ചു എന്ന് കരുതി തീരദേശത്ത് താമസിക്കുന്നവർക്കല്ലേ അതിന്റെ വിഷമം അറിയൂ. ഓ ആയിക്കോട്ടെ, ആ പൂത്ത പണത്തിന്റെ പങ്കുകൊണ്ടാണല്ലോ UAE മൊത്തം കറങ്ങുന്നത്, ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നതും. നിന്റെ അച്ഛൻ തന്നെങ്കിൽ അത് നിനക്ക്. ഈ വിഷ്ണു ജീവിക്കുന്നതേ എല്ലുമുറിയെ പണിയെടുത്തിട്ടാ. പാറയും കല്ലുമെല്ലാം ഉരുണ്ടെത്തുന്നത്. അത്തരത്തിൽ പലരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, ഈ വയനാട് ജില്ലയുമായി ബന്ധപ്പെടുത്തുന്ന രണ്ട് പ്രധാന റോഡുകളൊന്ന് മാനന്തവാടി ചുരവും അതുപോലെ താമരശ്ശേരി ചുരവുമാണ്. ഈ രണ്ട് ചുരങ്ങളിൽ മാനന്തവാടി ചുരം വഴിയുള്ള ഗതാഗതം ഭാഗികമായി തന്നെ ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഈ ചുരത്തിൽ പലയിടങ്ങളിലായി ഉരുൾപൊട്ടുന്നു. മറ്റൊരു റോഡ് ഉള്ളത് താമരശ്ശേരി ചുരമാണ്. ഇതിലും ഇന്നും ഉൾപ്പെടെ വലിയ തോതിൽ ഉരുൾപൊട്ടുന്ന ഈ മണ്ണിടിഞ്ഞു വീഴുന്ന സംഭവങ്ങളുണ്ടായി. അതുകൊണ്ട് യാത്ര വളരെ ദുഷ്കരമാണ്. കണ്ണൂർ ജില്ലയിൽ ഭക്ഷണം കഴിക്കാം. അത് ഏതാണ്ട് പൂർണ്ണമായും രീതിയിൽ തന്നെ ഇത്തരത്തിൽ വയനാട് ജില്ലയിലേക്ക് മറ്റു ജില്ലയിൽ നിന്ന് ആളുകൾക്ക് വരാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഈ ശക്തമായ മഴ. ഞാൻ ഈ അവസ്ഥയിലൂടെ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും എനിക്ക് വേണ്ടി തരാനില്ലല്ലോ. വന്ന് കയറി ഫോൺ വന്നു, ദേ പോന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ പോവാം. അതാവുമ്പോൾ അറ്റ്ലീസ്റ്റ് അമ്മെങ്കിലും ഉണ്ടാവുമല്ലോ എൻ്റെ കൂടെ. എന്റെ അമ്മയും 10-35 പേരും മാരാമണ്ണ തോട്ടപ്പുഴശ്ശേരിയില് കുടുങ്ങി കിടക്കുകയാണ്. കുടിവെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. ഒരു കൊച്ചു കുട്ടിക്ക് പാല് പോലും ഇല്ല. ഞങ്ങളിവിടെ വളരെ 5 സെന്റിമീറ്റർ നീളത്തിലാണ് അത് തുറന്നു വെച്ച് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 2.5 ലക്ഷം ലിറ്റർ വെള്ളം എന്ന തോതിൽ ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അത് വലിയ തോതിൽ വിടാനും പുറത്തേക്ക് വെള്ളം ഒഴുക്കി കളയാനും തീരുമാനിച്ചത്. അത് ഇപ്പോഴും തുടരുന്നു. 3 മീറ്ററാക്കി ഉയർത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇനിയും മഴ തുടരുകയും ഈ വൃഷ്ടിപ്രദേശത്ത് നിന്ന് നീരൊഴുക്ക് കൂടുതൽ ഉണ്ടാവുകയും ചെയ്താൽ. മച്ചന്മാരെ, നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? പ്രളയമെന്ന മഹാമാരി മൂലം നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ വളരെ ദയനീയാവസ്ഥയിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവാസികളും നമ്മളാൽ കഴിയുന്ന സഹായം, അത് പണമായിട്ടായാലും വസ്ത്രങ്ങളായിട്ടായാലും നിങ്ങൾക്ക് കൊടുക്കാം. പ്രവാസ ലോകത്ത് നിന്നും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഹരികൃഷ്ണനാണ്. അതുകൊണ്ട് ഹരികൃഷ്ണന്റെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം.
പാമ്പേഴ്സ്. ആ ഹരി, വീഡിയോ കണ്ടിരുന്നു. നല്ല കാര്യം നിങ്ങൾ ചെയ്യുന്നത്. അതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിരിക്കട്ടെ. ഇത് തന്നെ വലിയ കാര്യം ഡോക്ടറെ. ശരി, സമയായി. ഓക്കെ, എനിക്കൊന്ന് ഷാർജ പോകാനുണ്ട്. ശരി, ശരി. ഓക്കെ. साहब जी, वो केरल का फ्लड के बारे में एक वीडियो देखा था. मेरे पास इतना है. ൊപ്പം തന്നെ ഭൂമിയുടെ സ്വഭാവവും ഘടനയും ഭയപ്പെടുത്തുന്ന വിധം മാറുന്നതാണ് കണ്ണൂരിനെ ഏറ്റവും അധികം ആശങ്കയിലായിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി, അതീവ ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുകയാണ്. മലയോര മേഖലയിൽ ആളുകൾ താമസിക്കരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി, മെന്റലി ടോർച്ചർ ചെയ്യാൻ ദൂരം ദിവസങ്ങളോട്. ഇവിടെ മല മറിക്കുന്ന മണ്ണാണ് നീ പോയത്. എന്നിട്ട് എന്തുണ്ടായി? നിന്റെ അമ്മ നിന്നെ കുറിച്ച് ഓർത്ത് കരയാത്ത ഏതെങ്കിലും ഒരു ദിവസം ഇതിനേറെ നല്ലത് പോയി ചാത്തൂടെ. ഇതിനേറെ നല്ലത് പോയി ചാത്തൂടെ. ഹലോ ഹരി. ഹായ് സർ. നിന്റെ വീഡിയോസും FM-ലെ വാർത്തയും ഞാൻ കേട്ടിരുന്നു. വളരെ നല്ലൊരു കാര്യമാണ് നീ ചെയ്യുന്നത്. ഐ ആം പ്രൗഡ് ഓഫ് യു മാൻ. സർ, ഞാൻ ഇതിനുവേണ്ടി കുറെ പേരോട് ഹെൽപ്പ് ചോദിച്ചു. പക്ഷേ ലോജിസ്റ്റിക്സ് ഈസ് വെരി ഈസി. പക്ഷേ അത് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് നമ്മളത് ചെയ്തിരിക്കും. സർ, ഞാനിത് മുന്നോട്ട് കൊണ്ടുപോവാ. ഗോ ഹെഡ് മാൻ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യെസ്. अस्सलामुअलैकुम. أنا नواस مدير إدارة بيست إكسبرس كارغو. وعليكم السلام نواس. أنت عارف كيف فينا ساعدك؟ حبيبي، أنت عارف فيضان داخل كيرلا؟ والله مدير, we have collected a lot of foodstuffs and clothes to send our country. Please arrange a cargo flight for us, please. إن شاء الله مفيش مشكلة. bring your document وتعالى المكتب وهنطلع على طول على الأوفيس. الله يخليك سيدنا. السلام عليكم. وعليكم السلام نواس. وعليكم السلام. അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? താങ്ക്സ് കേട്ടോ.
ഹലോ ഷാർജ മൊത്തം സാധനത്തില്ലേ? അതെ 2, 3. ഓക്കെ ശരി, ഞങ്ങൾ എത്തിക്കോളാം. ഇതെല്ലാം ക്ലിയർ ആണ്. എന്താണ് നമുക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ സാധിച്ചല്ലോ? എന്താ ചെയ്യാ മച്ചാനെ? ഷാർജ മൊത്തം നമ്മൾ കവറാക്കിയിട്ടുണ്ട്. അളിയാ, അബുദാബി കംപ്ലീറ്റഡ് ആയി. ഇനി ആരെങ്കിലും വിളിച്ചാലേ? ഏയ്, ആരെയും വിളിച്ചത് ബുദ്ധിമുട്ടുണ്ടോ? ആവശ്യമില്ല. എടാ, നമ്മൾ ചെയ്യുന്നതിനൊക്കെ റിസൾട്ട് ഉണ്ടാവും. ഹലോ, ഹരിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഒരു വീഡിയോ വാട്സപ്പിൽ കണ്ടിരുന്നു. അപ്പൊ റൂമിലുള്ള എല്ലാവരും അവരുടെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതെല്ലാം കൂടെ നിങ്ങൾക്ക് തരാമെന്നാണ് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. സോണാപൂർ ക്യാമ്പിലാണ് ഞങ്ങളിപ്പോ എല്ലാവരും ഉള്ളത്. ഓക്കെ, ഞാനൊരു 1 hour എത്താം കേട്ടോ. ആ, വന്നോളൂ, ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. ശരി. അർജന്റായിട്ട് സോണാപൂർ പോകണം. സോണാപൂർ വാ, പോവാ. സോനാപൂര ലേബർ ക്യാമ്പിൽ എന്ത് കിട്ടാനാ? 2 കവറങ്ങനെ ആയിരിക്കും. റാഫി, എമിറേറ്റ്സോടെ വിഷ്ണു, എടാ, ഇത് മൊത്തം കാൽക്കുലേറ്റർ അല്ലേ? അത് ഇന്നലത്തെയാ. ഓക്കെ, നമ്മൾക്ക് ശ്രമിച്ചോ. അത് നമുക്ക് മറിക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നാടിനെ ഒരിക്കലും കൈവിടില്ല. भाई, हम केरला का साथ है. അമ്മേ, അഞ്ജലി, അഞ്ജലി, അഞ്ജലി.
ആ ഞാനിത് ഇവിടെ ഗ്രോസറിന്റെ അടുത്തുണ്ട്. ആ മെയിൽ ചെക്ക് ചെയ്താ? ആ ഓക്കെ മാഡം. ആ ചെക്ക് ചെയ്തിട്ട് പറയാം. ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ. അത് പണമായിട്ടായാലും വസ്ത്രങ്ങളായിട്ടായാലും നിങ്ങൾക്ക് കൊടുക്കാം. പ്രവാസ ലോകത്ത് നിന്നും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഹരികൃഷ്ണനാണ്. അതുകൊണ്ട് ഹരികൃഷ്ണന്റെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം. ജോയില ബോക്സ് നമ്പർ ഒന്ന്. ഹലോ. പ്രളയം വീടിനൊപ്പം അവരെ കൊണ്ടുപോയി. നിന്നെ ഒരുപാട് തവണ വിളിച്ചു, നിന്റെ കോള് കണക്ട് ആവുന്നില്ലായിരുന്നു. എടാ ഹരി, നീ എവിടെയാ? എടാ നീ കേൾക്കുന്നുണ്ടോ? വെള്ളമിറങ്ങും. കാലം വളരെ വേഗത്തിൽ മുന്നോട്ടു പോകും. പലരും പലതും മറക്കും. എന്നാൽ മായാവി കഥകൾ ഓർത്തെടുക്കുന്ന ഒരു പ്രായമാകുമ്പോൾ ഓർമ്മയുടെ ചരിത്രത്തിൽ നിന്നും ഓർത്തുവെച്ച് അടുത്ത തലമുറയോട് നമ്മൾ പറയണം. സഹായമായവരിൽ അറിയാതെ പോയിട്ടുള്ള ആ പ്രവാസികളെക്കുറിച്ച്. അന്നിവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വലിയവനെന്നോ ചെറിയവനെന്നോ എന്നൊന്നുമില്ലായിരുന്നെന്ന്. എന്നിട്ട് ആ കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം. എല്ലാം നഷ്ടപ്പെട്ട ആ നായകന്റെ കഥ, ത്യാഗം ചെയ്തവന്റെ കഥയാണിത്.